ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ചെറുപയർ കൊണ്ടുണ്ടാക്കിയ ഒരു ഹെൽത്തി ദോശയാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി. ഈ ദോശ ഉണ്ടാക്കാൻ നമുക്ക് മാവ് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. ഇതൊരു 4 മണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റാണ് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുതിർത്ത് വെച്ചിട്ട് ഏകദേശം 7 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം ചെറുപയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഇനി ചെറുപയർ ഞാൻ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം കൂടാത്ത രീതിയിൽ ഇതുപോലത്തെ കട്ടിയിൽ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഒട്ടും വെള്ളം കൂടരുത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചെറുപയറിൽ ഉഴുന്ന് പരിപ്പോ അരിയൊന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പത്തിരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അരിപ്പൊടിയും ചെറുപയറും ശരിക്കും ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടുന്നവരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് സെറ്റായി കിട്ടുന്നവരെ ഇതൊന്ന് അടച്ചു വെക്കാം. അത്ര നേരം കൊണ്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒന്ന് റോസ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് സ്ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വളരെ നൈസായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് തണയാൻ വേണ്ടി വെക്കാം. ഇതെല്ലാം ഒന്ന് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിത് ചട്നി ഗ്രൈൻഡറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു വറവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ദോശക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ മാവൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മാവിന് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിന് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 2 കയ്യിൽ മാവാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് പതുക്കെ ചുറ്റിച്ചെടുക്കാം. അധികം പ്രസ് ചെയ്യാണ്ട് വേണം ഇത് ചുറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മാവ് ഈ പാനുമ്പോൾ തന്നെ ഒട്ടിപ്പോവും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. ഇപ്പം ദോശയുടെ മുകൾ ഭാഗം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 ടീസ്പൂൺ ഓയിലോ നെയ്യോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ചട്ടകം വെച്ചിട്ട് ഈ ഓയിലൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ദോശയൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടകം വെച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ അടത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടും. ഇനി നമുക്കിത് പതുക്കെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ വെച്ചിട്ടുണ്ടാക്കിയ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് എത്രമാത്രം ക്രിസ്പി ആയി കിട്ടിക്കുന്നതെന്നുള്ളത് ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം. അരിപ്പൊടി ചേർത്തതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും ക്രിസ്പി ആയി കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്കിതേപോലെ തന്നെ ദോശ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ മാവ് ഫെർമെൻറ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ദോശ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. ഡയബറ്റിക്സിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ദോശ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.